നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് മേക്കപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട്, പക്ഷേ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് വാങ്ങിക്കുക. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു 280 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്യൂട്ടപ്പ് വിത്ത് മീന. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു അടിപൊളിയായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് കിറ്റിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ആ പ്രൊഡക്ട്സിനെ പറ്റി മാത്രം ജസ്റ്റ് അതിൻ്റെ പിക്കും കാര്യങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു മേക്കപ്പ് വീഡിയോ ചെയ്താലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഇന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു റിവ്യൂവും ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും പറഞ്ഞിട്ട് അത് വെച്ച് നമ്മളൊരു സൂപ്പർ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇപ്പം നമ്മൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഉത്സവമോ ഓണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് മേക്കപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട്, പക്ഷേ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് വാങ്ങിക്കുക. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു 280 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് നല്ലതല്ലേ. നിങ്ങൾക്ക് ഇത്രയും പ്രൈസിന് നിങ്ങൾക്ക് വേണ്ട മേക്കപ്പിന് വേണ്ട എല്ലാ ഐറ്റംസും ഉള്ളൊരു കിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ ഹെവൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഹെവൻ്റെ കുറേ പ്രൊഡക്ട്സ്, ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് തന്നെ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്. പിന്നെ അതിൻ്റെ ഐലൈനറും മസ്കാര ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബ്ലൂ ഹെവൻ. അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നൊരു ബ്രാൻഡാണ് ബ്ലൂ ഹെവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും വേണ്ട, നമുക്ക് വേറെ അധികം പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കേണ്ട. ഒരൊറ്റ കിറ്റിൻ്റെ അത് എല്ലാ പ്രൊഡക്ട്സും. അപ്പം അധികം വലിച്ചു കിട്ടാതെ ഞാൻ കാര്യത്തിലോട്ട് വരാം. നമുക്കത് വെച്ചിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഇപ്പം ഞാൻ ആ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. സാജ് ഡാഷ് ഇന്ത്യ ബൈ ബ്ലൂ ഹെവൻ എന്നാണ് ഈ ബോക്സിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇത്രയും ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട്. 10 ഐറ്റംസ് ആണ് വരുന്നത്. ഓരോ ഐറ്റത്തിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ഫസ്റ്റ് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ജെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് 40 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇത് പുറത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് 2 ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു ആമസോണിൽ അത് പർച്ചേസ് ചെയ്ത്. മീഡിയം ഉണ്ടായിരുന്നു, ഫെയർ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മീഡിയം പോകാൻ മണ്ടട്ടോൺ ആയതുകൊണ്ട് ഞാൻ മീഡിയം ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ വരുന്നുണ്ട് ഷീർ ഫിനിഷ് ആണിത്. ഇതിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അടുത്തത് വന്നിട്ട് ബ്ലൂ ഹെവൻ ഇൻസ്റ്റന്റ് ഗ്ലോ മാറ്റ് കോമ്പാക്ട് പൗഡർ. കണ്ട, ഇത് 9 ഗ്രാമേ ഉള്ളൂ. പ്രൊഡക്റ്റ് 65 റുപ്പീസാണ്. ഇതിൽ നമുക്ക് ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ജെറ്റ് ബോൾട്ട് ഐബ്രോ പെൻസിൽ. റേറ്റ് ഇവർ കൊടുത്തിട്ടില്ല ഇതിൽ, പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ഗ്രാമാണ് ഇതിലുള്ളത്. റേറ്റ് എന്ന് പറയുമ്പം റേറ്റ് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. പിന്നെ ഐലൈനർ ഡീപ് ബ്ലാക്ക്, ബ്ലൂ ഹെവൻ്റെ ഡീപ് ബ്ലാക്ക് ഐലൈനർ ആണ് വരുന്നത്. ഇതിനെല്ലാം എക്സ്പയറി ഉണ്ട് കേട്ടോ. 2026 6ാം മാസം വരെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതാണ് ഐലൈനർ. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മസ്കാര ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ വലുത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബ്ലൂ ഹെവൻ 10x വോളിമൈസിങ് മസ്കാരയാണ്. 8 ml ഉണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന്. അടുത്തതൊരു കാജൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്കിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലോ. ഇതാണ് കാജൽ പെൻസിൽ. ഡീപ് ബ്ലാക്ക് കാജലാണ്. ഇതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് കാജൽ 0.30 ഗ്രാമാണ് കാജൽ ഉള്ളതെന്ന് പറയുമ്പോൾ. പിന്നെ മൈ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ലിപ്സ്റ്റിക്. എല്ലാവർക്കും എന്താ പറയുക, വേറൊരു മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഇവർ നമുക്ക് 2 ലിപ്സ്റ്റിക് വരുന്നുണ്ട്. ഒന്ന് ബ്ലൂ ഹെവൻ ജെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്, ഷെയ്ഡ് വന്നിട്ട് 403 PM, 4 ഗ്രാം ഉണ്ട്. ഷെയ്ഡൊക്കെ കാണിച്ചു തരാം, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ അവർ ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടെ നമുക്ക് തരുന്നുണ്ട്. നോൺ ട്രാൻസ്ഫർ ലിപ് കളർ, ബ്ലൂ ഹെവൻ്റെ ഷെയ്ഡ് വന്നിട്ട് 501 ആണ് ഇത്. ഇതിൻ്റെ ലിപ്സ്റ്റിക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഞാനാണെങ്കിൽ അങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ബ്ലൂ ഹെവൻ്റെ ആയിരുന്നു. ഒരു 1 ഇയർ എങ്കിലും ആയി കാണും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്, ഞാൻ പർച്ചേസ് ചെയ്ത ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് 101, ഒരു റെഡ് കളർ ഷെയ്ഡ്. എനിക്ക് റെഡ് കളേഴ്സ് ഇഷ്ടം. അപ്പം റെഡ് കളർ ഷെയ്ഡ് മേടിച്ചായിരുന്നു. അത് ഞാൻ സ്റ്റിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അടിപൊളിയാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇടേണ്ട ഒരു സംഭവമായിരുന്നു ലിപ് ബാം. ബ്ലൂ ഹെവൻ്റെ ലവ് ചാം ലിപ് ബാം ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ ആണ്. പിന്നെന്താ, റേറ്റ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. 4.2 ഗ്രാം ഉണ്ട്.
അപ്പം നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. സോ ഞാൻ മേക്കൊന്നും ഇടാതെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ, ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്കിത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് റെഡി ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയൊക്കെ ആവാനായിട്ട് വേറെ പുതുതായിട്ടൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിട്ടില്ല, മേക്കപ്പ് ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഫൗണ്ടേഷൻ എടുക്കാം. ഇതാ കണ്ട, ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മീഡിയമാണ് ഞാൻ എടുത്തത്. ബട്ട് ഇത് കുറച്ചുകൂടി ഭയങ്കര ഒരു ഷെയ്ഡ് കൂടി മുന്നോട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടൂരിയില്ല ഗൈസ്, പൊട്ടൂരിയില്ല. മുടി ഇങ്ങനെ വെച്ചില്ല. എന്തെങ്കിലും ഒരു ബ്ലെൻഡർ ഉണ്ട്, ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഷെയ്ഡല്ല കേട്ടോ, മീഡിയമാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇതെൻ്റെ എക്സാക്ട് ഷെയ്ഡ് അല്ലെന്ന് തോന്നുന്നു. ഞാനൊരു വാം അണ്ടർടോൺ ആയതുകൊണ്ട് എക്സാക്ട് ഷെയ്ഡ് അല്ല, പക്ഷേ കുഴപ്പമില്ല. കുറച്ചുകൂടി സ്കിൻ ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഷെയ്ഡ് ചേരും. എത്രയ്ക്ക് ചേരുന്നില്ല. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മുടെ നെക്കിൽ അപ്ലൈ ഉണ്ട്. ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇനി അപ്ലൈ ചെയ്ത് ഇനി അതൊന്നും ഊരിപ്പോകണ്ടല്ലോ. കഷ്ടപ്പെട്ടവിടെ വെച്ചേക്കോ, ഇനി അത് ഊരിപ്പോയി കഴിഞ്ഞാൽ തീർന്നു, വോയിസ് ഒന്നും കിട്ടത്തില്ല. പിന്നെ അല്ലെങ്കിലേ ഓൾറെഡി ഓരോരുത്തർ വന്നിട്ട് പറയുന്നുണ്ട് ക്ലിയർ അല്ല എന്ന് വോയിസ്. അതെല്ലാം ഒരാൾ വന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഫാനും ഇടത്തില്ല, നന്നായിട്ട് കിട്ടാനായിട്ട്. ഇതാ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായി, കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ്റെ പരിപാടി കഴിഞ്ഞു. കൊള്ളാം, മീഡിയം സ്കിൻ ടോൺ, മീഡിയം എന്നുള്ള ഇതാണ് ഞാൻ എടുത്ത ഓപ്ഷനാണ് എടുത്തത്. അപ്പോൾ ഫെയറിൻ്റെ വേറെ അവർ തരുന്നതായിരിക്കും. കളർ കളക്ടറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതൊരു നോർമൽ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ബെറ്ററാണ്. ഇപ്പം നിങ്ങൾ ഓണമല്ലായിരുന്നു, ഇപ്പം അടുത്ത ഓണമല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിശ്വസിക്കും. അപ്പം അടുത്ത ഓണം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ റെഡി ആവാൻ, അല്ലെങ്കിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ, നന്നായിട്ട് മേക്കപ്പ് അറിയാൻ ഒരു ബേസ് മേക്കപ്പ് ഒക്കെ അറിയാവുന്നവർക്ക്, ബേസിക് ഒക്കെ അറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളവർക്ക് ഈ കിറ്റ് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം. അടുത്ത് വന്നിട്ട് ഇതാ കോമ്പാക്ട് പൗഡറാണ്, മാറ്റ് കോമ്പാക്ട് പൗഡറാണ്. ഇതിലൊരു ആപ്ലിക്കേറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാട്ടോ ഷെയ്ഡ്. ഈ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു എൻ്റെ കറക്റ്റ് സ്കിൻ ടോണിന് കറക്റ്റ് ആണ്. യെസ് ദാറ്റ്സ് റൈറ്റ്. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാട്ടോ വീഡിയോ എടുക്കുന്നത്, കാരണം മേക്കപ്പിൻ്റെ ഇടയ്ക്ക് നോക്കാനായിട്ട് അധികം അടുത്ത് വിൻഡോസ് ഒന്നും ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെ നോക്കാതെ ചെയ്യേണ്ടി വരും മേക്കപ്പ്. നിങ്ങളിതെല്ലാം കഴുത്തിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ അവിടെ കുറച്ചുകൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം അറിയത്തില്ല. പിന്നെ നമുക്ക് ലിപ് ബാം ഇടാം. സ്കിൻ കെയർ നമ്മളിപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പം അത് പെട്ടെന്ന് ഡ്രൈ ആവാൻ സമയം എടുക്കുമെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി എൻ്റെ പൊട്ട് തൊട്ടെ ഗൈസ്, പൊട്ട് തൊട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖം തോന്നത്തില്ല. ഇതാണ് ലിപ്സ്റ്റിക്, ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞാൽ നല്ല രസമുണ്ട്. സ്ട്രോബെറിയാണ്. നമുക്ക് ലിപ് ബാം ഇടാം ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും നിങ്ങൾക്ക് ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക് ഇടുന്നൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഈ ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. കാരണം ഇട്ടപ്പോൾ തന്നെ നമ്മൾ PH ലിപ്സ്റ്റിക് പോലൊക്കെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടോ, കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ, ഷെയ്ഡുള്ള ലിപ് ബാം ആണെങ്കിൽ നിങ്ങൾ ഇടണ്ടാവും. എന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷെയ്ഡൂടെ മറ്റേ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കളർ ചേഞ്ച് ഒക്കെ വരും. പക്ഷെ ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഷെയ്ഡ് ഇല്ലാത്ത ഹിമാലയയുടെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ് ബാം കഴിഞ്ഞു. നമുക്ക് മേക്കപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഒരു ഡിഫൈൻ ആയിട്ട് തോന്നും നമ്മുടെ ഫേസ്. എനിക്ക് അധികമൊന്നും അറിഞ്ഞുകൂടാ മേക്കപ്പ്, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. കുറച്ച് ബേസ് കാര്യങ്ങളൊക്കെ അറിയാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ ഇതുവരെ ഐബ്രോസ് ഇതുവരെ അല്ല, ഞാൻ കുറേ നാൾ ത്രെഡൊന്നും ചെയ്തിട്ടില്ല. അത്ര ഡിഫൈൻ ആയിട്ടൊന്നും ഇരിക്കത്തില്ല, എന്നാലും നമുക്ക് പെൻസിലൊക്കെ കിട്ടിയതല്ലേ. ജസ്റ്റ് ഒന്ന് സാച്ച് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിന് ഐബ്രോ പെൻസിലിൻ്റെ അറ്റ ഒടിഞ്ഞു പോയി കേസ്. എന്നാലും ബ്ലാക്ക് ആട്ടോ, ബ്ലാക്ക് കുഴപ്പമില്ല. നമ്മുടെ ഷാർപ്പ്നർ ഉണ്ട്, നമ്മളത് ഷാർപ്പ് ചെയ്യും. ഇത് ദ മെയിൻ തിങ്, ഐ ലൈനർ.
അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ ഐലൈനർ ഒന്നും എഴുതാൻ പറ്റില്ല. ഫെസ്റ്റീവ് ലുക്കിന് പറ്റുന്ന രീതിയിലൊന്നും ഐലൈനർ എഴുതാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എഴുതി കാണിക്കാം. ക്യാമറ നോക്കി എഴുതുന്ന ഇച്ചിരി പാടാണ് ഗൈസ്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി വി ഡിഡ് ഇറ്റ്. നോക്കൂ ഗൈസ്, കൊള്ളാല്ലേ? പക്ഷെ ഇതുപോലെ തന്നെ ഇവിടെ വരുമെന്ന് അറിയത്തില്ല. ഐലൈനർ രണ്ട് സൈഡും ഒരുപോലെ എഴുതിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പലപ്പോഴും രണ്ട് സൈഡും വേറെ വേറെ ഒക്കെയാണ് എഴുതുന്നത്. ശരിയായില്ല ഗൈസ്. നമ്മൾ ഈ വാലും ആ വാലും കറക്റ്റായിട്ടല്ല ഇട്ട്. എനിക്കറിയത്തില്ല ഗൈസ് ഐലൈനർ കറക്റ്റായിട്ട്. ഞാൻ ചെയറിലിരുന്നിട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഫാൻ ഇടാതാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഭയങ്കര ആവി. അപ്പം എൻ്റെ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയിക്കാറ്. അടുത്തത് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മസ്കര. പോളിമൈസ് മസ്കര. എനിക്കാണെങ്കിൽ ഐലാഷസ് ഒന്നും അധികം ഇല്ല. കുറേയേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണിൻ്റെ അടുത്ത പരിപാടി കാജൽ. കാജൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ കാജൽ അപ്ലൈ ചെയ്ത് ഗൈസ്, ഈ ഐസും ഈ ഐസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. കാജൽ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഡിഫൈൻ ആയിട്ട് തോന്നില്ലേ? ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, എഴുതി കൊടുക്കാം. ഇവിടെ കണ്ടോ ഗൈസ്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാജലും ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം മസ്കാര ഇടാം. പക്ഷെ നേരത്തെ മസ്കാര ഇട്ട് കുളവാക്കി. കണ്ണും എല്ലാം പിരികവും എല്ലാം സെറ്റ് ചെയ്ത് നമുക്കിനി ഫൈനൽ പാർട്ട്, ദ മോസ്റ്റ് ഫേവറേറ്റ് തിങ്, ലിപ്സ്റ്റിക്. ഇതിൽ 2 ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. ഒന്ന് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഒന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്കും. ഞാനാണെങ്കിൽ ഫസ്റ്റ് എന്നിട്ട് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് ജസ്റ്റ് ഓൾറെഡി ലിബാം ഇട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കളർ തുടച്ചു കളയാം. കണ്ട ഇത്രയ്ക്ക് പിങ്ക് ഷെയ്ഡ് ഉണ്ട്. യെസ് ഇത് പോയി. നമുക്ക് ഞാൻ ലിബാം ലിപ്സ്റ്റിക് ഇട്ട് കാണിക്കാം. ഒരുപാട് ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ, അധികം കളറൊന്നും ഇല്ലാത്ത ലിപ്സ്റ്റിക് ഇഷ്ടമാണെങ്കിൽ ഇത് നല്ല ഷെയ്ഡ് കേട്ടോ. ഷെയ്ഡ് ഇതാണേ, ലൈറ്റ് കളർ ഷെയ്ഡ് 403. ഒരു പിങ്കിൻ്റെ കുറച്ചുകൂടെ എൻഹാൻസ് ആയിട്ടുള്ളൊരു കളർ. കൊള്ളാം, നല്ല ഷെയ്ഡാണ്. നമ്മൾ ഈ ഷെയ്ഡ് മാത്രമല്ല, നമുക്ക് അതൊരു നോൺ ട്രാൻസ്ഫർ ലിപ് കളർ കൂടെ തന്നിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യണം. ജസ്റ്റ് കുറച്ച് കളറാണ്. തുടച്ചിട്ടും സ്റ്റിൽ നമ്മുടെ ചുണ്ടിലത് കാണുന്നുണ്ട്. ഇതാട്ടോ ഇത് ഷെയ്ഡ് കാണിക്കാവേ. തിങ്ക് ഇതൊരു ബ്രിക്ക്. ഇത് നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ തോന്നിട്ട് ബ്രിക്ക് റെഡ് അല്ല, ബ്രിക്ക് ഓറഞ്ച് ഇതൊരു കളറാണ്. ഓക്കെ, ഇറ്റ്സ് ഡൺ. വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഷെയ്ഡിനേക്കാൾ എനിക്ക് മറ്റേ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് കമൻറ്റ് ചെയ്താൽ.
ഇത് കുറച്ചുകൂടി ഭയങ്കര ഒരു എടുത്ത് നിൽക്കുന്ന ഒരു കളർ. അപ്പം എൻ്റെ സ്കിൻ ടോൺ അധികം ചേരുന്നില്ലെന്ന് തോന്നി ഷെയ്ഡ്. ജസ്റ്റ് ഒന്ന് മാറ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മറ്റേ ഷെയ്ഡ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഞാനിപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഞാനിപ്പം പുറത്ത് പോയിട്ട് സൺലൈറ്റിൻ്റെ ഇതിൽ കാണിക്കാം. അതേപോലെ എനിക്കാണെങ്കിൽ ഇതൊരു ഫെസ്റ്റീവ് ലുക്ക് അങ്ങനത്തെ ഒരു മേക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു കാഷ്വൽ ഡ്രസ്സിലാത്ത ഒരു നിങ്ങളൊരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മാറ്റായപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നല്ല കളർ. ഞാനിത് സൺലൈറ്റിൽ കാണിക്കാം. അപ്പോൾ ഞാനിതൊരു റിംഗ് ലൈറ്റിന് ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. എത്രത്തോളം ഇതാ ഷെയ്ഡ്, എത്രത്തോളം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിൻ്റെ ഫോട്ടോ ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചാൽ ഗൈസ്. ഇതാണ് ഗൈസ്, ഇങ്ങനെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദി മേക്കപ്പ്. ഷെയ്ഡ് കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ടു. മറ്റേ ഷെയ്ഡ് ഞാൻ ഇത് രണ്ടാണ് ഷെയ്ഡ്, കുറേയൊക്കെ വേറെ കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് ഷെയ്ഡ്. മറ്റേ ഷെയ്ഡാണ് നിങ്ങൾക്കൊരു ഒരു ഭയങ്കര കളറുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇടുന്ന ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഷെയ്ഡ് മതി എന്നുള്ളവരാണെങ്കിൽ മറ്റേ ലിപ്സ്റ്റിക് ആയിരിക്കും. മറ്റേ ഒരു പിങ്കിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ അകത്ത് ലൈറ്റിൻ്റെ മുന്നിൽ മേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും രസം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അധികം എനിക്കങ്ങനെ അധികം മേക്കപ്പ് ഒന്നും അറിയത്തില്ല അങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ. പക്ഷേ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓണവും പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡി ആവണം, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവണം, കുറച്ചുകൂടി ലുക്കൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടില്ല. ഇതാ അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കും പുറത്ത് നിർത്തുന്നത് നല്ലൊരു കുറച്ചുകൂടി എൻ്റെ സ്കിൻ ടോൺ ഒന്ന് മുകളിലോട്ട് വന്നല്ലേ ഗൈസ്. ഐസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന 80% ആൾക്കാർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചാനലിൽ കയറി കുറേ വീഡിയോസ് ഇട്ടിട്ട് കുറേ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെയും അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ബൈ ഗൈസ്, ലവ് യു.